കിടപ്പ് രോഗികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും ചികിത്സാ പരിചരണ ഭാരം ലഘൂകരിക്കുന്നതിനായി റോട്ടറി ക്ലബ്ബ് ഓഫ് അണക്കര ആവിഷ്കരിച്ച ഒപ്പം പാലിയേറ്റീവ് കെയർ എക്യുപ്മെന്റ് ലൈബ്രറിയുടെ ഉദ്ഘാടനം ജൂലൈ 17 നടക്കും. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എംപി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വീടുകളിൽ കിടപ്പിലായി കഴിയുന്ന രോഗികൾക്ക് ചികിത്സയുടെയും പരിചരണത്തിന്റെയും ഭാഗമായി ആവശ്യമായി വരുന്ന വില കൂടിയ മെഡിക്കൽ ഉപകരണങ്ങൾ പല കുടുംബങ്ങൾക്കും സ്വന്തമാക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ. ഈ സാഹചര്യത്തിൽ രോഗികൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ സൗജന്യമായി ലഭ്യമാക്കി സാമ്പത്തിക ഭാരം കുറയ്ക്കുകയും മെച്ചപ്പെട്ട പരിചരണം ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒപ്പം പാലിയേറ്റീവ് കെയർ എക്യുപ്മെന്റ്സ് ലൈബ്രറി ആരംഭിക്കുന്നത്. റോട്ടറി ക്ലബ്ബ് ഓഫ് അണക്കര പ്രസിഡന്റ് സാബു കെ തോമസിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ വിവിധ ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും. ഒപ്പം അതായത് പാലിയേറ്റീവ് കെയർ എക്യുപ്മെന്റ് ലൈബ്രറി, റോട്ടറിയുടെ ഇന്റർനാഷണൽ തീമായ ക്രിയേറ്റിംഗ് ലാസ്റ്റിംഗ് ഹോപ്പ്, അതുപോലെ ഡിസ്ട്രിക്ട് തീമായ ഹോപ്പ് പ്ലസ് എന്നിവയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ പാലിയേറ്റീവ് കെയർ എക്യുപ്മെന്റ് ലൈബ്രറി. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഒരു പെട്ടെന്ന് രോഗിയായി തീരുന്ന ഒരു മനുഷ്യന് ഒരു ഹോസ്പിറ്റൽ ബെഡിൻ്റെ ആവശ്യം വരും, ഓക്സിജൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ആവശ്യം വരും, അതുപോലെ വീൽ ചെയറുകൾ, IV സ്റ്റാൻഡുകൾ, അങ്ങനെ മറ്റ് പല ഇതുമായി ബന്ധപ്പെട്ട ഉപയോഗ ആവശ്യങ്ങളും വരുന്നുണ്ട്. എന്നാൽ ഇത് ഉടനെ പോയി വാങ്ങുവാനായിട്ട് സാധ്യതയുള്ള വളരെ ചുരുക്കം ചിലരെ നമ്മുടെ സമൂഹത്തിലുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് അവർ ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ ഈ എക്യുപ്മെൻറ്റ്സ് അവർക്ക് എടുക്കുകയും, അതായത് ഒരു ലൈബ്രറി പോലെ തന്നെ ആവശ്യമുള്ള സമയത്ത് നമുക്ക് എക്യുപ്മെൻറ്റ്സ് നമുക്ക് എടുക്കാൻ സാധിക്കും. അതിനുശേഷം ആവശ്യത്തിന് ശേഷം നമുക്കത് തിരികെ നമ്മുടെ സെൻറ്ററിൽ തിരികെ ഏൽപ്പിക്കുകയും ചെയ്യാം. പഞ്ചായത്തിന്റെ ശുപാർശ ഹാജരാക്കുന്നവർക്ക് ആശുപത്രി കിടക്കകൾ, വാട്ടർ ബെഡുകൾ, ഓക്സിജൻ ബെഡുകൾ, വീൽചെയറുകൾ ഉൾപ്പെടെ പാലിയേറ്റീവ് പരിചരണത്തിന് ആവശ്യമായ വിവിധ മെഡിക്കൽ ഉപകരണങ്ങൾ ലൈബ്രറിയിൽ നിന്ന് ലഭ്യമാക്കും. രോഗിയുടെ ഉപയോഗം കഴിഞ്ഞാൽ ഉപകരണങ്ങൾ തിരികെ ലൈബ്രറിയിൽ ഏൽപ്പിച്ച മറ്റു രോഗികൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതിലൂടെ ഒരേ ഉപകരണം നിരവധി കുടുംബങ്ങൾക്ക് തുടർച്ചയായി പ്രയോജനപ്പെടുത്തുന്ന സംവിധാനമാണ് ഇത്. വാർത്താ സമ്മേളനത്തിൽ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് സാബു കെ തോമസ്, റോബിൻ തൃട്ടയിൽ, ജോമി പയ്യിലുമുറി, സാബു വയലിൽ, മാണി ഇരുമേട എന്നിവർ പങ്കെടുത്തു.